രൂപങ്ങളുണ്ട്, തദ്ദേശീയ ജനവംശങ്ങളെ കൂട്ടക്കൊല ചെയ്തതിൻ്റെ ചരിത്രമുണ്ട്. ഇങ്ങനെ എത്രയോ പ്രതലങ്ങളിൽ മനുഷ്യവിരുദ്ധതയുടെ ഒരു ഭീമാകാര രൂപം എന്ന നിലയിലാണ് സാമ്രാജ്യത്വം നിലനിന്ന് പോന്നിട്ടുള്ളത്. ഈ സാമ്രാജ്യത്വമാണ്, ഞാൻ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങൾ ഇവിടെ പ്രതിപാദിക്കാൻ മുതിരുന്നില്ല. വാസ്തവത്തിൽ ഇതുവരെയുള്ള മനുഷ്യവംശത്തിൻ്റെ ചരിത്രം എടുത്താൽ സാമ്രാജ്യത്വം കൊല ചെയ്തിടത്തോളം, ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ, ഫാഷിസ്റ്റ് തടവറകൾ, ചെറുതും വലുതുമായ അധിനിവേശങ്ങൾ, ഇതിലൂടെ കൊല ചെയ്യപ്പെട്ടിടത്തോളം, ഇതിലൂടെ ഉണ്ടായിടത്തോളം മാരകമായ നാശനഷ്ടങ്ങൾ, യാതനകൾ മനുഷ്യവംശം മറ്റൊരു ഘട്ടത്തിലും അനുഭവിച്ചിട്ടില്ല. കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കൊണ്ട് മനുഷ്യവംശം ഈ സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നേരിട്ട യാതനകളോളം. പക്ഷെ അതേ സാമ്രാജ്യത്വമാണ് നമുക്ക് മനുഷ്യാവകാശത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജനാധിപത്യത്തെക്കുറിച്ചോ ഉള്ള ആശയാവലികളെക്കുറിച്ച് നിരന്തരം നമ്മോട് സംസാരിക്കുന്നത് എന്ന വൈചിത്ര്യത്തിൻ്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. അതാകട്ടെ പതിയെ പതിയെ ശക്തിപ്പെട്ടു വരികയും ഇന്ന് ലോകമെമ്പാടും നാം കാണുന്ന ഒരു പ്രതിഭാസം ഫാഷിസത്തെക്കുറിച്ചുള്ള മുസോളിനിയുടെ പ്രബലമായ വിശദീകരണത്തിന് ചേർന്ന് പോകുന്ന മട്ടിൽ, ഫാഷിസത്തെ മുസോളിനി വിശദീകരിച്ചത് അതിതീവ്ര ദേശീയത എന്നോ അക്രമോത്സുകമായ മതാത്മകത എന്നൊന്നുമല്ല. മുസോളിനി വിശദീകരിച്ചത് മൂലധന താല്പര്യങ്ങളും ഭരണകൂടവും തമ്മിലുള്ള സമ്പൂർണമായ ഐക്യമാണ് ഫാഷിസം എന്നാണ്. ഈ സമ്പൂർണ്ണ ഐക്യത്തിൻ്റെ അടയാളങ്ങൾ നമ്മൾ ലോകത്തിൻ്റെ പല കോണുകളിലും കാണുന്നു. നമ്മുടെ നാട്ടിൽ നാം അതിനെ ഏറ്റവും നഗ്നമായ രൂപത്തിൽ അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമ്രാജ്യത്വം എന്നത് മുതലാളിത്ത പ്രതിസന്ധിയുടെ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഫാഷിസത്തിലേക്ക് തിരിയുമെന്നതിനെ ഒരുപക്ഷെ ഇന്ന് സാമ്രാജ്യത്വ പ്രതിസന്ധിയുടെ സവിശേഷ സന്ദർഭത്തിൽ മാത്രമല്ല, മൂലധനത്തിൻ്റെ താല്പര്യങ്ങളെ സമ്പൂർണമായി ഏറ്റെടുത്ത് നടപ്പിലാക്കുക എന്ന ഫാഷിസത്തിൻ്റെ അടിസ്ഥാന തത്വത്തെ സാമ്രാജ്യത്വ ശക്തികൾ ഏറ്റെടുക്കുന്ന, അതിൻ്റെ നിർവാഹകം ശക്തികളായി സ്വയം പരിണമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം നമ്മുടെ മുമ്പിലെത്തുന്നത്. മൊറേൽസ് പറയുന്നുണ്ട്, സാമ്രാജ്യത്വ ശക്തികൾ കഴിഞ്ഞ അരമുക്കാൽ നൂറ്റാണ്ടിനിടയിൽ പലതരം വാദങ്ങൾ ഉന്നയിച്ചു. ഒരു ഘട്ടത്തിൽ അത് ശീതയുദ്ധം എന്ന പേരിൽ കമ്മ്യൂണിസത്തിനെതിരെ എന്ന പേരിൽ യുദ്ധം നയിച്ചു, പിന്നീട് മയക്കുമരുന്നിനെതിരെ എന്ന പേരിൽ യുദ്ധം നയിച്ചു, പിന്നീട് കുടിയേറ്റത്തിനെതിരെ എന്ന പേരിൽ നയിച്ചു. ഇപ്പോഴാകട്ടെ ഭീകരവാദത്തെക്കുറിച്ചാണ് ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ വ്യാജങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇപ്പൊ ഭീകരവാദത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞു, താലിബാനെ വളർത്തിയതോ ഇവൻ സദ്ദാം ഹുസൈനെ പോലെ ഒരാളെ തന്നെ ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ പിന്തുണച്ചതോ അല്ലെങ്കിൽ മധ്യേഷ്യയിലെ തന്നെ സമാധാനത്തെ മുഴുവൻ തകിടം മറിക്കുന്ന മട്ടിൽ അവിടെ സിയോണിസ്റ്റുകൾക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി കഴിഞ്ഞ 60-70 കൊല്ലമായിട്ട് അറബ് രാഷ്ട്രീയത്തെ കലാപകലുഷിതമാക്കി നിലനിർത്തുന്നതോ ഒക്കെ സാമ്രാജ്യത്വത്തിൻ്റെ മൂലധന താല്പര്യങ്ങളും പ്രകടമായി പറഞ്ഞാൽ ആയുധ കച്ചവടത്തിൻ്റെ താല്പര്യങ്ങളുമാണ് എന്ന് നമുക്കറിയാം. ഇങ്ങനെ ലോകത്തെ ഒരു കശാപ്പ് ശാലയാക്കി മാറ്റിക്കൊണ്ട് ഒരു ഭാഗത്തും, മറുഭാഗത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച മായൻ സംസ്കാരമോ അല്ലെങ്കിൽ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ വിജ്ഞാന വൈഭവങ്ങളോ അല്ലെങ്കിൽ അതിപ്രാചീനമായ നാഗരികതകൾ ജന്മം നൽകിയ അറിവും ആശയങ്ങളുമോ ഒക്കെ തവിടുപൊടിയാക്കി സാർവത്രികമായ തങ്ങളുടെ ഒരു ജീവിതക്രമത്തെ മനുഷ്യനുമേൽ അടിച്ചേൽപ്പിക്കുന്ന അങ്ങേയറ്റത്തെ കടന്നാക്രമണത്തിൻ്റെ സ്വഭാവം ലോകമെമ്പാടും മൂലധന ശക്തികളും സാമ്രാജ്യത്വവും പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിലനിൽക്കുന്നത്. അങ്ങനെ സവിശേഷമായ നിലയിൽ സാമ്രാജ്യത്വം നമ്മെ വലയം ചെയ്യുകയും, പക്ഷേ അപ്പോഴും ഈ സാമ്രാജ്യാധിനിവേശത്തിൻ്റെ പ്രകൃതത്തെക്കുറിച്ച് ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കാലത്തെ വലയം ചെയ്യുന്ന ഇരുട്ടിനെ കുറിച്ച് ഓർക്കാൻ നാം നിർബന്ധിതരായി തീരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കുള്ളത്. ആ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഓർമ്മയിലേക്ക് നമ്മുടെ അടിസ്ഥാന നീതിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളെ കൂടുതൽ ഓർമ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം നമ്മെ സഹായിക്കും. നമ്മുടെ കാലത്തിൻ്റെ വലിയൊരു സമരായുധമായിട്ട് ഈ പുസ്തകത്തിലെ ആശയങ്ങളെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം പുസ്തകങ്ങൾ താരതമ്യേന വായനാക്ഷമത കുറഞ്ഞ പുസ്തകങ്ങളായിട്ട് പലപ്പോഴും അനുഭവപ്പെടും. ഇവിടെ
ഇതിൻ്റെ വിവർത്തനം വളരെ മനോഹരമായി, വളരെ ലഘുവായി, വളരെ സുതാര്യമായി ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമുക്ക് തടസ്സങ്ങളില്ലാതെ വായിച്ചു പോകാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ അനുഭവത്തെ മുൻനിർത്തി എഴുതപ്പെട്ട രചനകളാണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് നേർക്കുനേരെ പരിചയമുള്ള അനുഭവങ്ങളല്ല അതിൽ പലതും എന്നതുകൊണ്ട് നമുക്ക് വായനാക്ഷമത കുറയാൻ വകയുള്ള ഒന്നാണ് ഈ പുസ്തകം. പക്ഷെ അങ്ങനെ വായനാക്ഷമത കുറയാതെ സുതാര്യമായൊരു ഭാഷയിൽ നമ്മുടെ അടിസ്ഥാന ബഹുജന വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു ഭാഷയിലും ശൈലിയിലും ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. വിവർത്തനം ചെയ്ത വേണുഗോപാലിനെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഈ പുസ്തകത്തെ അതിൻ്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനും നമ്മുടെ സമരബോധത്തെ ദീപ്തമാക്കാനും ഉപയോഗപ്പെടുത്തണമെന്ന് ഏവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.